ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചത് ചെങ്ങന്നൂർ വണ്ടിമല ദേവസ്ഥാനത്തിന് സമീപമുള്ള തട്ടാവള കുടുംബക്കാരാണ്. 400 ആണ്ടുകൾക്ക് മുൻപ് തഞ്ചാവൂരിൽ നിന്നും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി എത്തിയ ദേവശില്പികളുടെ പിന്മുറക്കാരാണ് ഈ കുടുംബം. അയ്യപ്പ വിഗ്രഹം ഉണ്ടാക്കിയ ദിവസങ്ങൾ തട്ടാവള അയ്യപ്പ പണിക്കരുടെ മകൾ അംബുജമ്മമാൾക്ക് ഇപ്പോഴും തെളിമങ്ങാത്ത ഓർമ്മയാണ്. അഗ്നിബാധയിൽ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം നശിച്ചു പോയപ്പോഴാണ് വിഗ്രഹം പുതുക്കി നിർമ്മിക്കാനുള്ള നിയോഗം തട്ടാവള കുടുംബത്തിന് കിട്ടുന്നത്. തട്ടാവള നീലകണ്ഠ പണിക്കർ, അയ്യപ്പ പണിക്കർ എന്നീ സഹോദരങ്ങൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് മുകളിൽ വച്ചാണ് വിഗ്രഹ നിർമ്മാണം പൂർത്തിയാക്കിയത്. അന്ന് നീലകണ്ഠ പണിക്കരുടെ മകൾ അംബുജം അമ്മാളാണ് ശില്പികൾക്ക് ഭക്ഷണവുമായി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത്. പടി കയറി പോന്നതെല്ലാം ഓർമ്മയുണ്ട്. ചുറ്റുപാത്രം കയ്യിൽ പാല് നിറച്ച് അതുകൊണ്ട് പോയി അപ്പൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അപ്പൻ ഈ മിനുക്കി ഇരുന്നുകൊണ്ട് ചെയ്യുന്നില്ലയോ. അപ്പം ഈ വിഗ്രഹം ഈ സൈഡിൽ ഇങ്ങനെ പെട്ടിക്കകത്ത് മെഴുകിട്ട് മിനുക്കിയ തിളങ്ങുന്ന വിഗ്രഹത്തിൽ തൊട്ടുനോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അംബുജം അമ്മാളിന്റെ കണ്ണുകളിൽ പഴയ 7 വയസ്സുകാരിയുടെ നക്ഷത്ര തിളക്കം. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ തൊടാൻ കഴിഞ്ഞ ഏക സ്ത്രീയാണ് അംബുജം അമ്മാൾ. പമ്പയിലെ ഗണപതി വിഗ്രഹം നിർമ്മിച്ചത് അയ്യപ്പ പണിക്കരുടെ മകൻ തട്ടാവിള രാജരത്നമായിരുന്നു. കേരളത്തിന്റെ വാസ്തുകലയും തഞ്ചാവൂരിന്റെ പ്രാചീന ചോളശില്പകലയും ഒന്നുചേരുന്ന തട്ടാവിള വീട്ടിലെ പണിപ്പുരയിൽ ഇപ്പോഴുള്ളത് ദേവശില്പികളുടെ ഇളമുറക്കാരൻ രാജുവാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.